തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ വക സിംഗപ്പെണ്ണ് ഫുഡ്സ് എത്തി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെക്കുറിച്ചുള്ള വാർത്തയായാലോ? എന്താണ് നിങ്ങൾക്ക് മുഖ്യമന്ത്രി വിജയെക്കുറിച്ചുള്ള അഭിപ്രായം? എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. വിജയ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരു ത്രില്ലായിരിക്കുമെന്ന് എനിക്കറിയാം. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആവണമെന്ന് എല്ലാവരും വിജയെ കണ്ടുപഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് വിജയ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, സിംഗപ്പെണ്ണ്. ആ ഫോഴ്സ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഔദ്യോഗികമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിൽ ഏത് പാതിരാത്രിയിലും സ്ത്രീകൾക്ക് ധൈര്യമായി യാത്ര ചെയ്യാം. അങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കുമോ? എവിടെ നടക്കാൻ? എന്തെല്ലാമായിരിക്കും പിന്നീടുള്ള വാർത്തകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയാൻ വളരെയധികം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഈ ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും ഭാഗ്യം എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, വേറെയും പല വാർത്തകളും ഉണ്ട്. വിജയ് അധികാരത്തിൽ കയറിയപ്പോൾ നടത്തുമെന്ന് പറഞ്ഞത് ഓരോന്നായി അദ്ദേഹം നടത്തിക്കൊണ്ട് വരികയാണ്. പൊതുജനങ്ങളുടെ 1 രൂപ പോലും അദ്ദേഹം എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് അദ്ദേഹം പാലിച്ചുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ ഖജനാവിൽ കൊള്ളയടിക്കുന്നവർക്ക് മുന്നിൽ മാസ് കാണിച്ച് സ്വന്തം ചെലവിലാണ് വിജയ് ദില്ലിയിലെത്തിയത്. ഒരു നാടിൻ്റെ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നതിന് വീണ്ടും ഉദാഹരണമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പല രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചല്ലേ യാത്ര ചെയ്യുന്നത്, ഇല്ലയോ? സ്വകാര്യ യാത്ര ചെയ്യുന്നതെല്ലാം ജനങ്ങളുടെ പണം കൊണ്ടാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുകയാണ് നമ്മുടെ വിജയ്. ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് യഥാർത്ഥ ഒരു ജനനായകനായി മാറുന്നത്, അല്ലേ? പിന്നെ ഒരു വാർത്ത കൂടി അറിയുന്നതെന്ന് വെച്ചാൽ, ജയിലിൽ കിടക്കുന്നവരുടെ ഭക്ഷണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ നാട്ടിൽ ജയിലിലുള്ളവർക്ക് എന്ത് നല്ല ഭക്ഷണങ്ങളാണ്, ചിക്കനും മട്ടനും എല്ലാം ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ് ഇനി ചെയ്യാൻ പോകുന്നത് അവിടെ ഉള്ളവരുടെ ഭക്ഷണം ചോറും പയറും മാത്രമാക്കി മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും മട്ടനും എല്ലാം സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അന്ന് വൈകിട്ട് തന്നെ ആ സ്ഥലത്തേക്ക് ബസ് അനുവദിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം ഇലക്ഷന് മുന്നേ പറഞ്ഞിരുന്നു, താൻ നിന്ന് ജയിക്കുന്ന മണ്ഡലത്തിൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും അദ്ദേഹം വരുമെന്ന്. അത് അദ്ദേഹം പാലിച്ചു. അവിടെ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കുകയും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടാണ് അവിടുന്ന് പോരുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ജനനായകൻ ആകുന്നത്. ഇതുപോലെയുള്ള ഒരു ജനനായകനെ നമ്മുടെ കേരളത്തിനും കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയൂ. നമുക്കും ഇതുപോലെയുള്ള ഒരു ജനനായകനെ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലേ?